ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് പണിയിലാണ് കേട്ടോ. അതായത് ആദ്യം തന്നെ തലയൊക്കെ കുളിച്ച് ഇന്ന് കേളി മെത്തേഡൊക്കെ ചെയ്ത ദിവസമാണ്. ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് നല്ല ആഴ്ചയിൽ ഒരു ദിവസമായി. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു കേളി ആവാനുള്ള കുറച്ച് സോഫ്റ്റ് ആവാനുള്ള ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക കെട്ടി വെക്കുക, ഉണങ്ങണ വരെ. ശരിക്കും ഇങ്ങനെയാണ് കേളി ഹെയർ കെട്ടി വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സാരികളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. ഇവിടെ ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, നമ്മുടെ സ്വര സ്റ്റോറിലേക്ക് ഓണായിട്ട് കുറേ സെറ്റ് മുണ്ടുകൾ ഒരു 4 എണ്ണം ഞാൻ ഇട്ട് 1 അവറിലെല്ലാം സോൾഡ് ഔട്ടായി. നമുക്ക് അറിയുന്ന കുറേ പേര് ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഓണം കളക്ഷൻസിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പണി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വേറെയും കുറേ എണ്ണുണ്ട്, കുറേ അതിൻ്റെ മുകളിലാട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. രംഷേട്ടന് ഇത്രയും ദിവസം കാത്തിരുന്നു, അത് കിട്ടുമോ എന്ന് പറയാം. രംഷേട്ടനെ കിട്ടുന്നില്ല. അപ്പം ഞാൻ തന്നെ ഒന്ന് വലിഞ്ഞ് കയറി എല്ലാം കൂടെ തലയ്ക്ക് മറിഞ്ഞ ഈ വീഡിയോൻ്റെ ബാക്കി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലാണ് കൂടുതൽ സെറ്റ് മുണ്ട്. സെറ്റ് സാരി ഇതിലാകെ 2 ഉള്ളൂ. ഈ സെറ്റ് സാരി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സാരികളൊക്കെ എൻ്റെ. അപ്പം ഈ സാരികൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ? എത്ര കൊല്ലം മുന്നേ? 2 കൊല്ലം മുന്നേ. അത് കഴിഞ്ഞല്ല 2 കൊല്ലമായി തോന്നണം. നമ്മുടെ മാട്ടുങ്കേന്ന് വാങ്ങിച്ച ഈ സാരി ഇതുവരെ എടുത്തിട്ടില്ല. അതിൻ്റെ ബ്ലൗസും തുന്നിച്ചിട്ടില്ല. അതെന്തായാലും തുന്നിക്കണം. ഇതൊക്കെ പുറത്തേക്ക് എടുത്തേക്ക് അതുപോലെ ഉള്ളിലേക്ക് ആക്കും. അങ്ങനെ പ്രശ്നം കിട്ടും. എനിക്കിങ്ങനെ വെറുതെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളൂ, അങ്ങനെ ഉടുക്കാനൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തടി കുറഞ്ഞിട്ടാവാം ബ്ലൗസ് തുന്നിക്കല് എന്നുള്ളത് അലക്കൊഴിഞ്ഞ് കാശിക്ക് പോവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണെന്ന് ഞാൻ പറയാം ഇന്ന്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം. എൻ്റെ സാരികളൊക്കെ ഇന്ന് സ്വരയിൽ വിൽക്കാനുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ സെലക്ട് ചെയ്യലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാരികൾ. ഇത് ഇവിടെ താഴെ വരണ്ട് കേട്ടോ. ഇത് ബ്ലൗസൊക്കെയാണ്, തുന്നാനുള്ള ബ്ലൗസുകൾ ഒക്കെ ഉണ്ട്. ഈ സാരി ഞാൻ സ്വരയിലേക്ക് എടുത്തു. ഇങ്ങനെ പ്രിൻ്റുള്ള ഈ സാരി ഇത് സ്വരയിൽ ഇടാൻ പോവാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഈ സാരികളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാനിത് നല്ല വൃത്തിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി ഇതെടുത്ത് ആകെ കുളമാക്കാനൊരു ഇതില്ല. പുതിയ വീട്ടിലെത്തിയിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും ഞാനിത് സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാരി ദിവസം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കും, തിരിച്ചങ്ങോട്ട് തന്നെ വെക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ബ്ലൗസ്, ഇതിൻ്റെ മാത്രമല്ല ഒരു 6-7 ബ്ലൗസ് തുന്നാനുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുക എന്താ പറയുക, പെട്ടെന്നൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഇത് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇതിന് ബ്ലൗസ് ഉണ്ടാവില്ല. അങ്ങനെ ബ്ലൗസ് തുന്നിച്ച് വെച്ചാലോട്ടോ ഫംഗ്ഷനും വരില്ല. അപ്പോൾ ഈ ഒരു ഇതില്ലേ ബ്ലാക്കിൻ്റെ കര, ഇത് ഞാൻ സ്വരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 എൻ്റെ ചോറ് അവിടെ റെഡി ആയിട്ട്. ഒരു മിനിറ്റ്, ചോറ് വിസിൽ വന്ന് കുക്കർ ഓഫാക്കി. അപ്പം ഞാനിത് സ്വരയിലിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെറ്റും കൊണ്ട് ഇതെല്ലാം ഇട്ടത് 2 എണ്ണം ഉണ്ട്. ഒരേപോലത്തെ 2 കോട്ടൺ ഉണ്ട്. അപ്പോൾ ഒരു കോട്ടൺ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് സ്വരയിലിട്ടു. പിന്നെ ഇത് ഞാൻ ഇടുന്നില്ല, ബിക്കോസ് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട്. ഗിഫ്റ്റ് കിട്ടിയതൊന്നും നമ്മൾ ഇടില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ കൊളാബറേഷൻ വഴി വരുന്നതാണ് നമ്മൾ ഇടുന്നത്. ഈ സാരി ഇത് നല്ല സാരി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ കുറേ ഉണ്ട്, ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കട്ടെ. ഇപ്പോൾ ഫുള്ളാകെ കറുപറായിട്ട് കിടക്കണം ഒന്നും വിചാരിക്കരുത്. സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് എനിക്ക് അമ്മയുടെ അടുത്ത് ചീത്ത കേട്ടു കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഓണത്തിൻ്റെ സമയത്ത് ഇഹാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിക്കില്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടല്ലോ, ഭയങ്കര ആലപ്പുഴ ഉള്ളത്. അപ്പോൾ അവരുടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം നമുക്ക് അപ്പം വാങ്ങാൻ തോന്നും. ഇപ്പം ഞാനത് വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ്. നല്ലൊരു ബ്രൈഡൽ വർക്ക് പോലെയൊക്കെ നമുക്കൊരു കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ വർക്ക്. അപ്പം ഞാനിത് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് 999 റുപ്പീസ് ആയിട്ടാണ് ബ്ലൗസ് പീസിന്. പക്ഷെ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് കേട്ടോ, നല്ല വർക്ക് ഉണ്ട്. അന്ന് വാങ്ങിച്ചു വെച്ചത് ഇതുവരെ തുന്നിയിട്ടില്ല. കാരണം വാങ്ങിക്കുമ്പോൾ വിചാരിച്ചു ഒന്നും കൂടെ തടി കുറയട്ടെ. അന്ന് ഞാൻ ഇതിലും തടി കുറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ഇത്ര നല്ലതൊക്കെ വെറുതെ എന്തിനാ വേറെ എന്തെങ്കിലും കൊടുക്കണം, ഒരു ഫംഗ്ഷൻ വരട്ടെ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ഇതുള്ളത്. കാരണം ഞാൻ എപ്പോഴെങ്കിലും ഒരു നല്ല സാധനമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും വെറുതെ അത് അപ്പം തന്നെ ഇടണ്ട. കൊളാബറേഷൻ ബ്രാൻഡ് വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് കാണിക്കണമല്ലോ. അതല്ലാതെ ഞാൻ വിചാരിക്കും ഇപ്പം ചെയ്യണ്ട, ഇപ്പം ഇടണ്ട, അത് എടുത്തു വെക്കാം. അത് വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ. അങ്ങനെ ഫംഗ്ഷനും വരില്ല. അപ്പം ഞാൻ 2ഉം കൽപ്പിച്ചത് തുന്നാൻ പോവാണ് എന്ന് വിചാരിക്കുന്നു. 1 കൊല്ലമായി ഇരിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളതായിരുന്നു.
കണ്ടാ നല്ല ഡിസൈനില് കയ്യിൽ ഫുള്ള് വർക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തുന്നിക്കാലോ എന്നൊക്കെ വിചാരിച്ചു. കല്യാണമൊക്കെ എവിടെ. അപ്പൊ ഞാൻ ഇപ്രാവശ്യത്തെ ഓണത്തിന് തന്നെ തുന്നിക്കാന്ന് വിചാരിച്ചു. ഇത് നല്ല കസവ്, ഇതിന്റെ കൂടെ കസവ് സെറ്റും കൊണ്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. പ്ലെയിൻ ഇതിന്റെ കൂടെ കസവ് സെറ്റും കൊണ്ട് നല്ല ഭംഗിയുള്ള കളറില്ല, ഒരു മെറൂൺ കളറ്. അപ്പൊ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടാണ്. കാരണം ചില സാധനങ്ങളൊക്കെ അല്ലേ കുറെ ആയിട്ട് ഇതുപോലെ എടുത്തു വെച്ച് തുന്നാനേ മറന്നു. പിന്നെ ഞാൻ ആ ഒരു സംഭവത്തിന്റെ കാര്യമേ മറന്നു. അങ്ങനെ ബ്ലൗസിലാണ്. ചുരിദാർ ഞാൻ പിന്നെ നന്നായി മുതലാക്കും, മാക്സിമം മുതലാക്കും. ചുരിദാറുകൾ ഞാൻ ഫുള്ള് ഇടും, എപ്പോഴും ഇടും. സാരിയാണ് എനിക്ക് ഒന്നാമത് ഉടുക്കാൻ അത്ര വൃത്തിക്ക് അറിയില്ല, പിന്നെ ഉടുത്ത് നടക്കാൻ ഞാൻ അത്ര കംഫർട്ടല്ല. അപ്പം പിന്നെ ഇവിടെ അങ്ങനെ ആരും ഉടുക്കാറില്ല. മീൻസ് ടീച്ചറായി പോരുന്ന ആ ഒരു സമയത്താണ് എനിക്ക് ശരിക്കും സാരി യൂസ്ഫുൾ ആയത് കേട്ടോ. ടീച്ചറായിരുന്ന പോയ ആ 2 വർഷം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്നും സെലിബ്രേഷനാണ്. ദിവാലി, ദസറ 10 ഡേയ്സ് സാരി ആയിരിക്കും. അതും 10 ദിവസം 10 കളർ ഉണ്ടാവില്ല. അപ്പം ആ 10 ഡേയ്സും ദസറയ്ക്ക് സാരി, ഗണപതി, അങ്ങനെ കുറേ സെലിബ്രേഷൻ ഉണ്ടാവില്ല ടീച്ചറാകുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി പോവാം. എല്ലാവരും അങ്ങനെ വരിക, ഒരുങ്ങി. ഇത്ര നല്ല സാരി ഉണ്ടോ അതൊക്കെ ഇടാൻ ഞാൻ നാട്ടിൽ നിന്നൊക്കെ എത്ര സാരി. ഇപ്പം ഈ ഇരിക്കുന്ന സാരികൾ മൊത്തം ഞാൻ ഈ എൻ്റെ ഇതിന് വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല നല്ല ഹെവി സാരീസ് ഒക്കെ. അപ്പോൾ ഇവിടെ എല്ലാവരും ഒക്കെ കുറച്ച് ഹെവി അങ്ങനത്തെ ടൈപ്പാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സാരീസൊക്കെ. പക്ഷെ ടീച്ചിങ് ജോബ് വിട്ടോട് കൂടിയിട്ട് ആ സാരിയൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മുന്നേ നമ്മൾ റെന്റിന് താമസിച്ചിരുന്നു, നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്ന അവിടെ ഭയങ്കര ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു. അവിടെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ അവിടെ ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. എനിക്കിപ്പോഴും ആ ഒരു വീട് ഇന്ന് വിട്ട് പോന്നിട്ടുള്ള ആ ഒരു വീട്ടിലെ വൈബ് എനിക്ക് ഇതുവരെ പിന്നെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം ഭയങ്കര രസമായിരുന്നു. ഫുൾ ഫ്രണ്ട്സും ഫുൾ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതേ ഇതിൽ കോംപ്ലക്സിൽ താമസിക്കുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓരോ സെലിബ്രേഷൻ. ഇപ്പോഴും എൻ്റെ ഒരു ചേച്ചി അവിടെ ഉണ്ട്, സീന ചേച്ചി, മലയാളി തന്നെ, നമ്മുടെ നൈബറായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് വരാനൊക്കെ പറയും. പക്ഷേ എന്താ പറയുക, ഇവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് സെലിബ്രേഷനൊന്നും നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ സെലിബ്രേഷൻ ഉണ്ടാവും. പക്ഷെ എന്നാലും അവിടുത്തെ ആ ഒരു എൻ്റെ അതേ ഏജിലുള്ള ആ ഒരു വൈബുള്ള ഞാൻ എപ്പോഴും പറയില്ല, ആ ഒരു ഗാങ്ങിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ വൈബും കൂടെ വേണം. ഏജ് ഉണ്ടായിട്ട് കാര്യം നമ്മുടെ ഒരു വൈബ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ അതുപോലെ ആഘോഷങ്ങളായിരുന്നു. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ 3 പേരും മലയാളീസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ മലയാളി സംഭവങ്ങളിലല്ലേ ഉള്ളൂ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒക്കെ ഗുജറാത്ത്, ഡൽഹി അങ്ങനെയുള്ള ആളുകളായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിറ്റി പാർട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് അവരെ കൂടെയുള്ള വീഡിയോസൊക്കെ ഇട്ടിരുന്നു. കിറ്റി പാർട്ടി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് രസമായിരുന്നു. അവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എന്നും ഇങ്ങനെ പോട്ടലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോലെ കാറിൽ പോകാനുള്ള ദൂരത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വീട് ഞാൻ എപ്പോഴും മിസ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടായിരുന്നു. നിങ്ങൾക്കും അതെ, ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും ഒക്കെ. ഇതെന്താ വെച്ചാൽ 3 റൂമാണ്, കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെൻറ്റിന് ഇങ്ങോട്ട് മാറിയതായിരുന്നു. അപ്പോൾ ആ വീട് നല്ല ഇഷ്ടമായിരുന്നു. ഇനി പുതിയ വീട്ടിൽ ഹോപ്പ്ഫുള്ളി അറിയില്ല ഇങ്ങനത്തെ ആൾക്കാരാണ് ഉണ്ടാവുക. പിന്നെ എന്തായാലും പുതിയ വീട്ടിൽ കുറച്ച് ടൈം എടുക്കും. കാരണം ജസ്റ്റ് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ വന്ന് താമസിച്ച ഒരു സൊസൈറ്റി ആയിട്ട് ഫോം ആവാൻ എങ്ങനെയുള്ള ഒരു 1-2 കൊല്ലം എടുക്കും. അപ്പം അതുവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാരികളൊക്കെ അതുകൊണ്ട് ആ വീട്ടിലാവുമ്പോൾ, നമ്മൾ മുന്നത്തെ വീട്ടിലാവുമ്പോൾ നമുക്ക് എന്നും ഫംഗ്ഷനൊക്കെ ആയിട്ട് അന്ന് കൊടുത്തിരുന്നു. അവിടുന്ന് പോന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം. ഈ 2 കൊല്ലമായിട്ട് എൻ്റെ സാരികളൊക്കെ ഇതാ വെറുതെ ഒരു വീഡിയോന് വേണ്ടി മാത്രം കാണിക്കും എന്നല്ലാതെ അതൊക്കെ അധികം. പിന്നെ നമ്മുടെ കേരള പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ എടുക്കും. അത് അധികം സെറ്റും ഉണ്ടാവുന്നുണ്ട്. എനിക്ക് സെറ്റും കൊണ്ട് എടുത്തെടുത്ത് മടുത്തു. ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സാരികൾ എടുക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഗണപതിയും ഇതൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ സ്വര എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറാണ്. അത് ഞാൻ സെറ്റ് സാരികൾ ഇട്ട് തുടങ്ങിയതിന് ശേഷം അതെനിക്ക് യൂട്യൂബിൽ ഷോർട്സായി കാണിക്കാൻ പോലും പറ്റില്ല. ഇട്ട് 1 hour തന്നെ അത് സോൾഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യും. ഇൻസ്റ്റ ഇല്ലാത്തവർ ഇൻസ്റ്റ ID ഉണ്ടാക്കും. അല്ലാതെ ഇപ്പോൾ ഞാൻ വാട്സാപ്പൊക്കെ ആകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് ആ ബിസിനസ് ചെയ്തു പോകാൻ. അതുകൊണ്ടാണ് ഇൻസ്റ്റ ആകുമ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നോക്കാനും ഒക്കെ സുഖമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഫോട്ടോസ് ഇടാനും നിങ്ങളെ കാണിക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റയിൽ അത് തുടങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ സാരികളൊക്കെ എടുക്കാൻ വേണ്ടി 2ഉം കൽപ്പിച്ച് മേലേക്ക് കയറിയിട്ടോ. കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് സാരി ബാഗിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാർഡ്രോബിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെക്കേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാരികൾ എന്നിട്ട് തന്നെ ഞാൻ പുറത്ത് അപ്പുറത്ത് അത്യാവശ്യം സാരി ബോക്സിലല്ലാതെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു വലുത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇതൊരു പൊട്ട ഓപ്ഷനാണെന്ന് എനിക്കറിയാം. കാരണം ഇങ്ങനെ സാരികൾ കുത്തി നിറച്ച് ഞാൻ ഇപ്പം തന്നെ വീണിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുത്തി നിറയ്ക്കില്ല, കറക്റ്റ് ആണെങ്കിലും ഇത്രയും
ഇത്രയും വലിയ സാരി ബാഗിൽ അത് ഇടുമ്പോൾ അത് എത്ര വൃത്തിയാവില്ല. ആക്ച്വലി ആ ബാഗ് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് സാരി ബാഗ് 1-2 കൂടി വാങ്ങണം. പിന്നെ ഞാൻ എന്തായാലും ഇനി ഈ ലോഫ്റ്റിൽ ഇതുപോലെ വെക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും എടുക്കാനുള്ളൊരു സൗകര്യത്തിനനുസരിച്ചിട്ട് വെക്കണം. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ വീട്ടിൽ ഞാൻ അതിനനുസരിച്ചും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാരികൾ ഇതൊക്കെ ഫസ്റ്റ് ആ കോവിഡിൻ്റെ സമയത്തുള്ള ഓണത്തിൻ്റെ അന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷൂട്ടിങ്ങിന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ കേട്ടോ. അങ്ങനെ കുറേ സാരികളൊക്കെ ഞാനിപ്പോൾ സ്വരയിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ ഒന്നും കാണല്ലേ, എനിക്ക് തോന്നുന്നു നാട്ടിൽ പെട്ടിട്ടുണ്ടെന്ന്. അപ്പം അത്യാവശ്യം ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് മുണ്ടല്ലാതെ, സെറ്റ് സാരി അല്ലാതെ വേറെ കുറച്ച് സാരികളും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12:45. ഇന്നൊന്നും വെച്ചിട്ടില്ല. ഇന്ന് ഓൾറെഡി രാവിലെ അവർക്ക് കൊടുത്തയച്ച ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രംഷേട്ടന് ഇന്ന് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വരില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഞാൻ എനിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് എനിക്ക് നന്നായിട്ട് ചോറ് ഉണ്ണാനൊരു കൊതി. ചോറിൻ്റെ കൂടെ എന്താ പറയുക, ചില ദിവസം നമുക്ക് ഉണ്ടാവില്ലേ നല്ലോണം ഒരു മീൻ വറുത്തതോ. അപ്പോൾ എനിക്ക് ഉണ്ണിമേരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പേര് പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, എനിക്കും ആദ്യം ചിരി വന്നിരുന്നു, എന്താ അതിനിങ്ങനെ ഒരു പേര് എന്നുള്ളത്. അപ്പോൾ ഉണ്ണിമേരി ഫിഷ് ഫ്രൈയും നമ്മുടെ ഇതിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാമല്ലോ, ഫ്രൈയും. പിന്നെ ഞാൻ വിചാരിച്ചു നല്ല ഓലൻ, മത്തങ്ങയും പയറും കൂടിയുള്ള ഓലൻ മിഥുന് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് സിമ്പിളല്ലേ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു ഓലനും. ഉപ്പേരി കൂട്ടാൻ ഞാൻ ആഗ്രഹിച്ച അവിയൽ പോലെ വെച്ചാലോ. പിന്നെ ഞാൻ വിചാരിച്ചു പുളിശ്ശേരി വെക്കാം, വെറും മോര്, തേങ്ങ ചേർക്കാതെ. അപ്പം എല്ലാത്തിലും തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, എന്താ അറിയില്ല, ചില ദിവസം അങ്ങനെ കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ സദ്യ കഴിക്കാനല്ല, ഇങ്ങനത്തെ ചില വിഭവങ്ങൾ മാത്രം കഴിക്കാൻ തോന്നുന്നു. അതിപ്പോൾ ഇന്നിപ്പോൾ പുളിശ്ശേരി, അതേപോലെ തന്നെ ഓലൻ കഴിക്കാൻ തോന്നുന്നുണ്ട്. ചില ദിവസം അവിയലാവും, ചില ദിവസം കാളനാവും. അപ്പം അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ അത് തന്നെ ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തിയും മഷ്റൂം കറി ആയിരുന്നു മിഥുന് ഉച്ചയ്ക്ക് കൊടുത്തയച്ചിരുന്നത്. അതിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ അത് കഴിക്കാനേ തോന്നില്ല. എനിക്ക് നല്ല ചോറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നാം. അതിൻ്റെ മെയിൻ റീസൺ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വിശന്നിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഫുഡ് ഉണ്ടാക്കുന്ന റീൽസും, അതേപോലെ തന്നെ അത് പ്രത്യേകിച്ച് കേരള ഫുഡിൻ്റെ അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെ കേരള മനുഷ്യനെ കൊതിപ്പിച്ച് കൊല്ലുന്ന തരത്തിലുള്ള നാടൻ ചോറ്റുപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഫുഡ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം കാണാൻ കോമഡി ഇഷ്ടമാണ്. അതല്ലാതെ ഞാൻ റീൽസ് എനിക്ക് കാണാൻ ഇഷ്ടം നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് പാലക്കാടൻ ഏരിയയിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒരുപാട് ഇൻസ്റ്റ ആളുകളുണ്ട്. അപ്പം നമ്മുടെ ഈ മനമക്കാവ്, നമ്മുടെ നാട്ടിലെ ഏരിയയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, അത് ഈ മഴക്കാലമൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു DSLR കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ്. ഇത് രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാനായിട്ടോ റീൽസിൽ. അപ്പം ഞാനതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വിശന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് മനുഷ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ഡയറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്ന് കാണുമ്പോഴാവും ചൂറ്റും പാത്രം എന്ന് പറഞ്ഞ മീൻ വറുത്തതും ചമ്മന്തി അതും ഇതും. ഞാൻ വിചാരിച്ചു ദൈവമേ കഴിയും. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ട് കഴിക്കണം തോന്നിയാൽ ഞാൻ അത് അപ്പം ഉണ്ടാക്കും. അത് പിന്നേക്ക് എന്നുള്ളത് വേറെ വല്ല പണിയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നേക്ക് വയ്ക്കും. പക്ഷെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാകുമ്പോൾ ഞാൻ അപ്പം തന്നെ കഷ്ടപ്പെട്ട് എവിടുന്നെങ്കിലും ഓടിപ്പോയി വാങ്ങി. ഒന്ന് കേരള സ്റ്റോറിൽ നിന്നാണെങ്കിലും ഞാൻ അപ്പം തന്നെ ഇറങ്ങി സാധനം വാങ്ങിച്ചുകൊണ്ടെന്ന് വന്ന് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാനും ഫുഡുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വലിയ കഷ്ടമായി. അതിങ്ങനെ ഭയങ്കര വലിയ അങ്ങനത്തെ ഒന്നല്ല ഞാൻ പറയണേ, ഇങ്ങനത്തെ നാടൻ വീട്ടിലിങ്ങനെ നമ്മൾ ദിവസവും കഴിക്കുന്ന ഫുഡുകളല്ലേ അങ്ങനത്തെ. അപ്പം അതൊക്കെ എനിക്ക് വീഡിയോയിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഇഷ്ടമാണ്, ഷൂട്ട് ചെയ്യാനും ഇഷ്ടമാണ് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ചോറ്, പയറുപ്പേരി, ഓലൻ, നല്ല അടിപൊളി മീൻ വറുത്തത് എല്ലാം കൂടെ, നാളികേരം, പപ്പടം, ഈ വക സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കും. പപ്പടം ഒന്നും ഞാൻ ഇപ്പോൾ വാങ്ങാറില്ല, മിത്തുകുട്ടിക്ക് വേണ്ടി വാങ്ങിയാലും വെറുതെ കാച്ചല്ലേ. അപ്പോൾ ചോറ് ഞാൻ രാത്രിക്കും കൂടെ വെച്ചു. രംഷേട്ടനില്ലാത്തതുകൊണ്ട് തന്നെ മിത്തുക്കുട്ടിക്ക് ഇന്ന് രാത്രി ചോറ് മതിയാവും. മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ്. ഉച്ചയ്ക്ക് വന്ന് അങ്ങനെ ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു പാൻ ഫ്രൈ ആണ് ചെയ്തത്. 2 മീനായിട്ട് എയർ ഫ്രൈ ചെയ്യണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മോര് കാച്ചിയത് എന്നാണ് നമ്മൾ പറയുക, പുളിശ്ശേരി. നല്ല മോര് കാച്ചിയത്, ഈ മത്തങ്ങയും പയറും കൂടി ലോലൻ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അതൊന്ന് ഇരുന്ന് രാത്രി ആകുമ്പോഴേക്കാണ് വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും നമുക്ക് കുറച്ച് കഴിക്കാം. പോർഷൻ കൺട്രോളാണ് മെയിൻ. മാത്രമല്ല ഇങ്ങനത്തെ കേരള മീൽസൊക്കെ നല്ല റിച്ച് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞാനും മിത്തുകുട്ടിയും കൂടെ ഒന്ന് ഈവനിങ് ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയതല്ല, 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പം അതിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ടല്ലേ മിത്തൂസേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ വന്ന് പോകുമ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ നടത്തുമായി ഈ ഒരു ക്ലൈമറ്റിൽ, മഴ ഇല്ല എന്നാൽ ചൂടും ഇല്ലാത്ത ഈ ഒരു ക്ലൈമറ്റിലൊന്ന് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇവിടുത്തെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തമിഴ് സ്റ്റോറുണ്ട്.
അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനം കാരണം നടക്കുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് വാങ്ങിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുട്ടുപൊടി സംഭവങ്ങളൊക്കെ, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാണ്ട്. അപ്പോൾ മിത്തുക്കുട്ടി ഇവിടെ കിൻഡിൽ വായിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? മിത്തുക്കുട്ടി ഇന്ന് എന്താ പറയാ, നിലത്തൊന്നല്ല, കാരണം മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ് ഓലൻ. മിത്തുന് ഓലൻ, ഈ ഒരു ഓലൻ ഉണ്ടെങ്കിൽ മിത്തുന് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഓലനും പിന്നെ ഈ ഫിഷ് നല്ല ഇഷ്ടം. അങ്ങനെ ഇങ്ങനത്തെ വലിയ ഫിഷുകൾ, ചെറുത് കഴിക്കില്ല, വായ കൊടുത്താലേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിത്തുന് ഇഷ്ടമുള്ള സാധനമാണ്. അല്ലെങ്കിൽ അല്ലേ, ഇന്ന് ഏതാ വായിക്കുന്ന ബുക്ക്? ടിങ്കിൾ ഡബിൾ ഡൈജസ്റ്റ്, കാലിശംഭു, സുപ്പാണ്ടി, അതിനൊക്കെ കൂടിയിട്ടുള്ള സ്റ്റോറീസ്, കോമഡി പോലത്തെ. പിന്നെ അങ്ങനത്തെ സണ്ണിന്റെ വെച്ചിട്ട് അങ്ങനെ കുറെ എഡ്യൂക്കേഷണൽ സ്റ്റോറീസ്. ഓക്കെ, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിത്തു വായിക്കുന്ന ബുക്സ് ഏതൊക്കെയാ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ മിത്തുവിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഒരു 7 ഏതൊക്കെ ബുക്സാണ് മിത്തുവിന് ഇഷ്ടപ്പെട്ട? കുട്ടികളുടെ കുറച്ചൊരു 7 അല്ലെങ്കിൽ 6 to 10-11 ഇയേഴ്സ് ഡയറി ഓഫ് വെംപി കിഡ് പറഞ്ഞിട്ട് അതിന്റെ കുറെ സീരീസ് നല്ല രസമാണ്. അതും പിന്നെ ഞാനിപ്പോ അടുത്ത ആഴ്ച ടോം ഗേറ്റ്സിന്റെ കുറെ ബുക്സ് ഉണ്ട്, കുറെ സീരീസ് 17-18 സീരീസ് ഉണ്ട് ബുക്സ്. നല്ല രസം ഇത് രണ്ടും. ഒരു ഡയറിയാണ്, അതുപോലത്തെ നല്ല രസമുണ്ട്. ഫേമസ് 5 അതും ഒരു 12-13 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് നല്ല അഡ്വെഞ്ചർ സ്റ്റോറീസ് ആണ്. അതിന് കുറെ സീരീസ് ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മിത്തുക്കുട്ടിക്ക്. പിന്നെ സുധാമൂർത്തി, അത് എല്ലാവർക്കും ഇഷ്ടാവോ? അതല്ല എല്ലാവർക്കും ഇഷ്ടമാവും. അതിൽ കിഡ് സ്റ്റോറീസും ഉണ്ട്. അതെ, ഐ മീൻ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അത് മിത്തു വായിക്കുന്ന കുറച്ചും കൂടെ ഇങ്ങനത്തെ ഡിവോഷണൽ സ്റ്റോറീസും അതുപോലെ തന്നെ അങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറീസും ഇൻസിഡൻസും അങ്ങനെ വെച്ചിട്ട് അതൊരു ഫണ്ണി ആയിട്ടുള്ളതല്ല മിത്തു വായിക്കണം. പക്ഷെ അത് കുട്ടികളുടെ ഉണ്ട് തോന്നുന്നു അല്ലെ? അങ്ങനത്തെ കുട്ടികളുടെ അങ്ങനെ കുറെ ഡിവോഷണൽ സ്റ്റോറീസും ഉണ്ട്, കുറെ നോർമൽ സ്റ്റോറീസ്, കുറെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് മിത്തുവിന്. സുധാമൂർത്തിയാണ് മിത്തുവിന്റെ ഫേവറേറ്റ് കേട്ടോ. മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതിലും പിന്നെ സുധാമൂർത്തി കുറെ ഇങ്ങനെ പുരാണ കഥകളെ ഇതാക്കിയിട്ടുള്ളതുണ്ട്. ഇപ്പൊ ശിവന്റെ അതൊക്കെ മിത്തുവിന് ഭയങ്കര ഇഷ്ടം. അതൊക്കെ വായിച്ചിട്ട് മിത്തുവിന് ഭയങ്കര, അത് അവരുടെ കോൺസെപ്റ്റില് അല്ലേ? അത് മിത്തു ലൈബ്രറിന്ന് മിത്തുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പീരീഡ് ആണ് കേട്ടോ, ലൈബ്രറി പീരീഡ്. അത് ഇതേതാണ്? അപ്പൊ ഇതൊക്കെയാണ് മിത്തുവിന് ഇഷ്ടപ്പെട്ട. സുധാമൂർത്തിയാണ് മിത്തുവിന്റെ ഇപ്പത്തെ ഫേവറേറ്റ് ഓഥറില് അല്ലെ, ഇന്ത്യൻ ഇതില്. പിന്നെ ഏതാ ഗോർ ഗോപാൽ ദാസിന്റെ ഒക്കെ മിത്തു വായിച്ചിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം മിത്തുവിന് ഈ മോട്ടിവേഷൻ ആൻഡ് ഡിവോഷൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മറ്റേതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എല്ലാ ബുക്കൊന്നും മിത്തുവിന് വാങ്ങിക്കൊടുത്തിട്ടില്ല. കിൻഡലിലും കുറേ ഒന്നുമില്ല, അതിനെന്നും ദേഷ്യപ്പെടും. കിൻഡൽ വെറുതെ വാങ്ങിച്ചു, അതിലധികം ഇല്ല, ഒക്കെ പിന്നെയും പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പം മിത്തു എന്താ ചെയ്യാ, ലൈബ്രറിയിൽ നിന്ന് ഇങ്ങനെ, പക്ഷെ ആഴ്ചയിൽ ഒരു ബുക്കേ പാടുള്ളൂ അല്ലേ ലൈബ്രറിയിൽ നിന്ന്? നാൻസി ഡ്രൂ അല്ലേ? അതൊക്കെ പിന്നെ ഒരുവിധം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നാൻസി ഡ്രൂം ഹാരി പോട്ടറൊക്കെ അതല്ലാത്തതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മിത്തുകുട്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് കിടക്കട്ടെ. ഇന്ന് രംശേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. രംശേട്ടൻ ഇന്ന് നല്ലോണം ലേറ്റ് ആവും വരാൻ. ഇന്ന് ഓഫീസിൽ പാർട്ടിയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഒക്കെ ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്കും രാത്രി, ഇന്ന് ചിലപ്പോൾ 12-12:30 ഒക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.